കോളറ, അമീബിക് ജ്വരം ഇങ്ങനെയുള്ളവയെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ഇത് വലിയ തോതിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുകയാണ്. രോഗം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മരുന്ന്, അതിനും ദൗർലഭ്യമുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ ഇല്ലാത്തതിൻ്റെ പ്രയാസവും വരുന്നു. ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ചെയ്യപ്പെട്ട 400ഓളം ഡോക്ടർമാർ, അവരുടെ നിയമനം തടസ്സപ്പെട്ടത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഗുരുതരമായ വീഴ്ചയായി കാണുന്നു. അഡ്വൈസ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് നിയമിക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ മെയ് 25-ന് അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണം. ഈ പദ്ധതികളെ തകർക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം ഉപേക്ഷിക്കണം. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു കാലതാമസവുമില്ലാതെ ഉടൻ തന്നെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം.